Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 റൂറൽ വൈബ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാന ലെസൺ ആയിട്ടുള്ള എ ഡേ അറ്റ് ദ ഫാം എന്ന് പറയുന്ന ലെസണിലത്തെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1, change story telling. We have gone through the picture story, A Day at the Farm. Let's retell the story in our own way. Your teacher will begin the story. You may tell the rest of the story one by one. Everyone can contribute one sentence each and complete the story. അപ്പൊ ഇത് എന്ത് ആക്ടിവിറ്റി ആണ്? അപ്പൊ ഇത് കൂട്ടുകാര് ടീച്ചറിന്റെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെയും കളിക്കേണ്ട ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള എ ഡേ അറ്റ് ദ ഫാം എന്ന് പറയുന്ന സ്റ്റോറി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ടീച്ചർ ബിഗിൻ ചെയ്യും. അതിന്റെ തുടക്കം ടീച്ചർ പറയും. എന്നിട്ട് ആ സ്റ്റോറിയുടെ ബാക്കി ഓരോരുത്തര് 1 by 1 ആയിട്ട് അടുത്ത കാര്യം പറയാ അങ്ങനെ ഓരോ സെന്റൻസ് പറഞ്ഞിട്ട് ഒരു ചെയിൻ ആയിട്ട് ഒരു കളിക്കേണ്ട ഒരു ഗെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യണം? കൂട്ടുകാരെ ടീച്ചറുടെ കൂടെ കളിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, ലെറ്റ്സ് ഇനാക്ട് ദ സ്റ്റോറി. അപ്പൊ ഇതെന്താണ്? ഇതൊരു ആക്ട് ചെയ്യാനാണ്. അപ്പൊ ഇതും ഒരു ആക്ടിവിറ്റി ആണ്. യുവർ ടീച്ചർ വിൽ നറേറ്റ് ദ സ്റ്റോറി എ ഡേ അറ്റ് ദ ഫാം. അപ്പൊ എന്താണ്? അപ്പൊ ടീച്ചർ ഈ സ്റ്റോറി എടുത്തിട്ടുണ്ടാവും. ഡേ അറ്റ് ദ ഫാം എന്ന് പറഞ്ഞ സ്റ്റോറി എടുത്തിട്ടുണ്ടാവും. You may listen to your teacher and act out the events in the story. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടീച്ചറിനെ ലിസൺ ചെയ്തിട്ട് ഇതിലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ആക്ട് ചെയ്ത് കാട്ടണം. ഓക്കെ, അപ്പൊ ഒരു ഡ്രാമ പോലെ കളിക്കാനുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3, read the following passage, edit the word, underline and read the passage. You may use the words given in the brackets. അപ്പൊ എന്താണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ കുറച്ച് മിസ്റ്റേക്സും ഉണ്ട്. അപ്പൊ ആ മിസ്റ്റേക്സിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് എഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹിസ്, ഡയർ, അവർ, ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. The fishermen often face dangerous situations while they go fishing. They return from the sea with a good catch. They are happy with my simple lives. അപ്പൊ they are happy. അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മൈ അല്ല വരിക, മൈയിന് പകരം ദയർ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് മൈയിന് പകരം ദയർ ആണ് വരിക. ഓക്കെ, ഇനി എന്താ? They work hard for us and are an essential part of ആരുടെ? നമ്മുടെ സൊസൈറ്റി ആണ്. അപ്പൊ ഹിസ് അല്ല വരിക, അവറാണ് വരിക, അവർ സൊസൈറ്റി. There are many stories about ഫിഷർമാനെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. One of the most famous stories about a fisherman is the Old Man and the Sea. It is the story of an old fisherman and old fisherman കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താ? ഹെർ അല്ല വരിക, ഹെറിന് പകരം ഹിസ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മിസ്റ്റേക്ക്. അപ്പൊ ഈ മിസ്റ്റേക്ക് തിരുത്തിയിട്ടുള്ള പുതിയ പാരാഗ്രാഫ് എന്ത് ചെയ്യണം? പുതിയ പാരാഗ്രാഫ് ഈ തന്നിരിക്കുന്ന ഡോട്ടഡ് ലൈൻസിൽ കൂട്ടുകാര് എഴുതണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ഒരു പ്രോജക്ട് വർക്ക് ആണ്. ബയോഡൈവേഴ്സിറ്റി പാർക്ക്. Do you have a biodiversity park in your school compound? അപ്പൊ എന്താണ് കൂട്ടുകാരുടെ സ്കൂൾ കോമ്പൗണ്ടില് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടോ? What kind of plants and trees are there? അപ്പൊ എന്ത് കൈൻഡ് പ്ലാന്റ്സും ട്രീസും ആണ് അവിടെ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. Do you know their names? അവരുടെ പേര് കൂട്ടുകാർക്ക് അറിയോ? അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാരുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതാം. ഓക്കെ, you may attach name boards to the trees. അപ്പൊ എന്താണ് ഈ ട്രീസിനൊക്കെ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നെയിം ബോർഡ് അറ്റാച്ച് ചെയ്യണം. Give a suitable name for your park. മാത്രമല്ല കൂട്ടുകാരുടെ പാർക്കിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പേരും കൂടെ കൊടുക്കുക. Fix signboards and direction to the park wherever required. അപ്പൊ ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം?
സൈൻ ബോർഡും ഡയറക്ഷൻ ബോർഡും ഒന്നും ഇല്ലെങ്കിൽ അതും കൂടി വെച്ചിട്ട് കൂട്ടുകാരുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്ത് ചെയ്യണം, ഒന്ന് കൂടുതൽ ഒന്ന് അട്രാക്റ്റീവ് ആക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇത് നമ്മുടെ ഈ ലെസണിലെ ഈ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അവസാനത്തെ ലെസൺ ആണ്. അപ്പൊ ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.